നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ബ്രേക്കിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. ബ്രേക്കിംഗുമായി നമുക്കൊപ്പം നിൽക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ്. പത്തനംതിട്ടയിൽ നിന്നാണ്. സ്വാഭാവികമായും CPM ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടൊരു ബ്രേക്കിംഗ് ആണ് പ്രവീൺ പുരുഷോത്തമൻ നമുക്ക് തരിക എന്നാണ് വിശ്വസിക്കുന്നത്. പ്രവീൺ, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെ പോകുന്നു CPM-ന്റെ ജില്ലാ സമ്മേളനമൊക്കെ? എന്തോ ഒരു ബ്രേക്കിംഗ് ഉണ്ടല്ലോ ജില്ലാ സമ്മേളനത്തിൽ. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് സമാപനമാവുകയാണ്. വൈകിട്ട് പൊതുസമ്മേളനം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് പുതിയ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കും. ഏവരും ഉറ്റുനോക്കുന്നത് CPM-ന്റെ പുതിയ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആരായിരിക്കുമെന്നുള്ളതാണ്. ഈ നവീൻ ബാബു വിഷയത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു മുഴുവൻ മലയാളികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അപ്പോൾ KP ഉദയഭാനുവിന് പകരം ആരായിരിക്കും ഇനി ആ സ്ഥാനത്തേക്ക് പുതിയ ജില്ലാ സെക്രട്ടറി ആവുക എന്നാണ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുതിർന്ന നേതാവും CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള രാജു അബ്രഹാമിന്റെ പേരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നത്. ഇപ്പോൾ പുതിയൊരു പേര് കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TD ബൈജു. ഈ രണ്ടുപേരുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇവരിലൊരാൾ ജില്ലാ സെക്രട്ടറി ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ രാജു അബ്രഹാമിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ 5 വട്ടം റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തി കൂടിയാണ് രാജു അബ്രഹാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചിരുന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ സീറ്റും ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായും CPIM ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് രാജു അബ്രഹാം എത്തുമെന്ന് പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ TD ബൈജുവിൻ്റെ പേരുകൂടി ഉയർന്നു വന്നിട്ടുണ്ട്. TD ബൈജു നിലവിലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിൻ്റെ വിശ്വസ്തൻ കൂടിയാണ്. അടൂരിൽ നിന്നുള്ള പ്രതിനിധിയാണ് TD ബൈജു. നേരത്തെ 2003-ൽ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വന്ന് അടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KP ഉദയഭാനു മാറിയപ്പോൾ പകരം അന്ന് ചുമതല ഏറ്റത് ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ചുമതല ഏറ്റത് TD ബൈജു ആയിരുന്നു. അങ്ങനെ വിശ്വസ്തൻ കൂടിയാണ്. കൂടാതെ പാർട്ടി സെന്ററിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകൾ ഉയർന്നു വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷം 34 അംഗ പാനലായിരിക്കും നിലവിലെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അവതരിപ്പിക്കുക. ഒപ്പം തന്നെ ഒരു വാർത്ത പുറത്തു വരുന്നത് 4 നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. ഫിലിപ്പോസ് തോമസ്, KK ശ്രീധരൻ, നിർമ്മലാദേവി, KC രാജഗോപാൽ, ഈ 4 പേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. പകരം 4 പേർ എത്തും. ഇന്നലെ വരെ ഒരുപക്ഷെ 35 അംഗങ്ങൾ ഉണ്ടായേക്കുമെന്നൊരു സൂചനയുണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം 34 തന്നെയായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ പത്തനംതിട്ടയിലും 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെയായിരിക്കും. പ്രവീൺ പുരുഷോത്തമൻ പറഞ്ഞതുപോലെ ഒരു പുതിയ ജില്ലാ സെക്രട്ടറി വരാൻ പോകുന്നു. TD ബൈജുവോ രാജു എബ്രഹാമോ ഓമല്ലൂർ ശങ്കരനോ ആരാണെന്ന് വൈകുന്നേരത്തോടുകൂടി അറിയാൻ സാധിക്കും. പ്രവീൺ പുരുഷോത്തമനാണ് വാർത്ത.